ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു. ഇന്ന് ഒരു നൈറ്റ് വ്ളോഗാണ്, ചെറിയൊരു വീഡിയോ ആണ്. വേറൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ ഒന്ന് രാത്രി ഒന്ന് കറങ്ങാമല്ലോ ഓർത്ത് ഞങ്ങൾ വൈക്കം വരെ വന്നു. അപ്പോൾ അമ്പലത്തിലോട്ടൊന്ന് കയറി കുറച്ചൊരു അവന്മാർക്കൊരു സന്തോഷം. കാരണം ആ മണ്ണിൽ കിടന്ന് ഓടിക്കളിക്കാൻ അവന്മാർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അവന്മാരും ആ മണ്ണിൽ കിടന്ന് അങ്ങനെ ഓടിക്കളിക്കും. ഞങ്ങളപ്പോൾ ചുമ്മാ ഇങ്ങനെ നടന്ന് വാതിക്കലുണ്ട്. അപ്പോൾ ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. ഞാനോർത്ത് ആരും കാണുകയില്ലായിരിക്കുന്നു. ആ ഒരു ടൈമിൽ ശ്രീവേലി നടക്കാൻ പോണതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഞങ്ങൾ ചെല്ലണത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഞാനോർത്ത് ആരും കാണിക്കില്ല. പക്ഷേ ഫ്രണ്ടിൽ നിറച്ചും ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ശ്രീവേലി ഇത് പുറപ്പെടാൻ പോവാണ്, ഇറങ്ങി വരുവാണ്. അപ്പോൾ ഓർത്തെന്നാൽ പോയേക്കാം. ഞങ്ങളത് കണ്ടു. അപ്പോൾ ഇവന്മാർ ഇത് അവിടെ കിടന്ന് തലയും കുത്തിയും മറിഞ്ഞ് ഭയങ്കര സന്തോഷം അവന്മാർക്ക്. അങ്ങനെ അവന്മാർ രണ്ടും കൂടി അവിടെ കിടന്ന് ഭയങ്കര കളിയാണ്. അപ്പോൾ ഇത് ശ്രീവേലി അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ അതും കൂടി കണ്ടിട്ട് നമുക്ക് ഇറങ്ങിയേക്കാലോ നോക്ക്. അങ്ങനെ അത് അങ്ങനെ വന്നുണ്ട്. ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ പുറകിൽ, ഒരുപാട് ആൾക്കാർ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ആ ടൈമിലൊക്കെ ഇത് കാണാനായിട്ട് മാത്രം കുറേ പേര് വന്നുണ്ട്. അവരാണ് കേട്ടോ ആ അത്രയും ആൾക്കാർ. നമ്മളൊക്കെ അങ്ങനെയൊന്നും പോകാറില്ല, വല്ലപ്പോഴും ഒന്ന് പോകണത്. ഇതിപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയതാണ്, എന്നാൽ പോയി എന്നാൽ കുറച്ചൊന്നും കറങ്ങിയിട്ടൊക്കെ വരാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ അങ്ങനെ എന്ന സമയത്ത് ആ ഒരു ടൈമിലാണ് ചെല്ലണത്. മാത്രം ആൾക്കാരാണ്. പക്ഷെ പുറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആളുകൾ. ഇവന്മാരാണ് ആ മണ്ണിൽ കിടന്ന് തലകുത്തി മറിയുക ചുമ്മാ. അപ്പോൾ പിന്നെ നിൽക്കേണ്ടവ പോയേക്കാന്ന് പറഞ്ഞ് അവിടെ ഒരു ബിസ്ക്കറ്റ് കുഞ്ഞാപ്പിന് രാത്രി ബിസ്ക്കറ്റ് വേണം നിർബന്ധമാണ്. എന്നാൽ ബിസ്ക്കറ്റ് മേടിക്കാൻ പറഞ്ഞാൽ അപ്പുറത്തെ കടയിലോട്ട് തെക്കേനട അവിടെ ചെന്ന് ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പോൾ അപ്പുക്കുട്ടന് എന്തൊക്കെയാണ് അവന് വേണ്ടത് സംഭവമൊന്നുമില്ല. അവന് ഓറിയോ ബിസ്ക്കറ്റ് വേണം, അത് വേണം, ഇത് വേണം. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് മിൽക്കി ബിക്കീസ് മതിയെന്ന്. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അതെടുത്തു. അങ്ങനെ ചേട്ടൻ എനിക്ക് എടുത്തു. ഞങ്ങൾ പിന്നെ പോയേക്കുക. അപ്പോൾ മനീഷേട്ടൻ അവിടെ കൊച്ചിൻ്റെ ഷൂ ഇടുക. ആ ലൈറ്റ് ഷൂ ആണ്, അത് ആ ലൈറ്റ് ഇടുക. പിന്നെ ഞങ്ങൾ തന്നാൽ മഞ്ഞിച്ച് നാത്തിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് ശരി. മനീഷേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ട്. അപ്പോൾ കുഞ്ഞാപ്പിന് വണ്ടി ഓടിക്കണത്. കുഞ്ഞാപ്പ് വേഗം വണ്ടി ഓടിക്കുക, ഭയങ്കര സ്പീഡിലാവും വണ്ടി ഓടിക്കണത്. അങ്ങനെ കുഞ്ഞാപ്പ് ഇതേ വണ്ടി ഓടിച്ചു കൊണ്ടിരുന്നപ്പം എന്നാൽ നമുക്ക് മനീഷേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയുണ്ട് അവിടെ, ഒരു തോട്ട് വെക്കത്തൊരു പച്ചക്കറി കട നടത്തണേ. എന്നാൽ അവിടെയും കൂടി കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ചെന്നാൽ വല്ല തണ്ണിമത്തങ്ങയോ പൈനാപ്പിളോ എന്തെങ്കിലും മേടിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി. തണ്ണിമത്തങ്ങ ഇല്ലായിരുന്നു കേട്ടോ ഗേസ്. അപ്പോൾ പിന്നെ പൈനാപ്പിൾ കുറച്ചിരിപ്പുണ്ട്. അത് പിന്നെ ചേട്ടൻ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്നു. പിന്നെ മനീഷയുടെ ആ കൂട്ടുകാരനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടുത്തെ റോഡ് മോശം, മൊത്തം വെള്ളം കെട്ടിയൊക്കെ കിടക്കുവാണ്. അപ്പോൾ രാത്രിയിൽ വിശേഷം ഇത്രേ ഉള്ളൂ. ഇത് ചേച്ചിയുടെ വീടാണ്, ചേച്ചി വാതിക്കൽ തന്നെ നിൽപ്പുണ്ട്. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.